السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ധാരാളം അമലുകൾ ചെയ്ത്, ധാരാളം ഇബാദത്തുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഒരു മഹത്താക്കപ്പെട്ട ഒരു അമലാണ്. ഒരു മഹത്താക്കപ്പെട്ട ഒരു പവിത്രമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതെങ്ങാനും ഈ പറഞ്ഞ എണ്ണത്തിൽ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, ഈ സൂറത്തിന് ഓതിക്കഴിഞ്ഞാൽ, ചെറിയ സൂറത്താണ്, 3 ആയത്തുകളുള്ള ചെറിയ ഈ സൂറത്തിന് നിങ്ങളെങ്ങാനും ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ എണ്ണത്തിൽ ഈ ആയത്തെങ്ങാനും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ സമയത്തിനുള്ളിൽ അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ എന്താഗ്രഹമാണോ, അവൻ്റെ മുറാദ് എന്താണോ, അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ധാരാളം ആഗ്രഹങ്ങളുള്ളവർ, ധാരാളം മുറാദുകളുള്ള നമ്മളെ കൂട്ടത്തിലുണ്ട്. ധാരാളം മുറാദുകളായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പറയുന്ന ധാരാളം മുറാദുകളുണ്ട്. തങ്ങളെ ഹാസിലാവണേ, ഹാസിലാവാൻ തങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാവാൻ തങ്ങൾ ദുആ ചെയ്യണം. ധാരാളം മുറാദുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഈ സയ്യിദിയ മജ്ലിസിലുണ്ട്. ധാരാളം മുറാദുകളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നിങ്ങൾ ഓത്. ഈ 3 ആയത്തുള്ള ചെറിയ സൂറത്ത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ, ഇത്രയും എണ്ണത്തിൽ, നമ്മൾ പറയുന്ന എണ്ണത്തിൽ, മഹാന്മാര് പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നടക്കില്ല എന്ന് വിചാരിച്ച് എന്തു മുറാദും അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ നമ്മൾ ഓതാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത്. ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഈ സൂറത്തിന് ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് സുബ്ഹി നിസ്കാരത്തിന് ശേഷം 101 പ്രാവശ്യം ഈ സൂറത്തിന് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹു ഹാസിലാക്കി തരും. എന്ത് മുറാദാണോ അല്ലാഹു ഹാസിലാക്കി തരും. ഹലാലായ എന്ത് മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചൊല്ലാം. ഞങ്ങൾ ജീവിതത്തിൽ ദായിമാക്കാം ഉസ്താദേ. ധാരാളം മുറാദുകളുണ്ട്. വീട് പണി പൂർത്തിയാകാത്ത ആളുകൾ, വീടെന്ന സ്വപ്നം നിറവേറാൻ വേണ്ടി തങ്ങളെ ഞങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിക്കോ, ഈ സൂറത്തിന് ഓതിക്കോ. ഈ സൂറത്തിനെ ദായിമാക്കിയോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. നിങ്ങളെ എല്ലാ മുറാദുകളും അല്ലാഹു ഹസ്നാക്കി തരും. എന്ത് ഉദ്ദേശം കൊണ്ടാണോ നീ സൂറത്തിന് ഓതുന്നത്, ആ ഉദ്ദേശം അല്ലാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സൂറത്തിനെ 101 പ്രാവശ്യം നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ
ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ ഹലാലായ ഒരു ആഗ്രഹം അള്ളാഹു നടത്തിത്തരും. വീട് പണി പൂർത്തിയാകാത്തവർ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന് നിങ്ങൾ ഓത്. ഈ സൂറത്തിന് 101 പ്രാവശ്യം നിങ്ങൾ ഓത്. മകന്റെ കല്യാണക്കാരും ശരിയാകാത്തവർ ഈ സൂറത്തിന് ഓത്. മകളുടെ കല്യാണക്കാരും ശരിയാകാത്തവർ ഈ സൂറത്തിനെ ദായിമാക്ക്. എന്ത് പൈശാചികമായ ഉപദ്രവങ്ങളും വിട്ടുമാറുന്നില്ലേ, ഈ സൂറത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ പാരായണം ചെയ്യ്, നീ പാരായണം ചെയ്യ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. നിങ്ങളതെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ, സുബ്ഹിന്റെ ശേഷം നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈ സൂറത്തിന് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, നിങ്ങളെ നടക്കില്ല എന്ന് വിചാരിച്ച് എല്ലാ മുറാദുകളും അല്ലാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കൊന്നും അമലുകൾ ചെയ്യാൻ സമയമില്ല. പടച്ച റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ബിസിയാണ്. ഓരോരോ അമലുകൾ പറയുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ നമുക്ക് സമയമില്ല. ചെയ്യുന്നതോ ആർക്കോ വേണ്ടി. പറ്റൂല. ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ഈ അമൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞമ്മക്ക് വേണ്ടിയാണ്. നമ്മുടെ കാര്യം, നമ്മുടെ മുറാദുകൾ മനസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾ ഓതിക്കോ, നിങ്ങൾ ഓതി നോക്ക്. ഇൻഷാ അല്ലാഹ് എന്ത് മുറാദാണെങ്കിലും അള്ളാഹു ഹസിലാക്കി തരും. മുറാദ് മാത്രം മനസ്സിൽ വെച്ചാൽ മതിയോ? ഇല്ല. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിൽ നിന്നുള്ള കൂലി നമ്മൾ ആഗ്രഹിക്കണം. ഇൻഷാ എന്നിട്ട് നിങ്ങളെ മുറാദ് കൂടി മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് 101 പ്രാവശ്യം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഈ സൂറത്തിന് നിങ്ങൾ പതിവാക്ക്. എന്താഗ്രഹവും നടക്കില്ല എന്ന് വിചാരിച്ചതിന്റെ എല്ലാ മുറാദുകളും അള്ളാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ചെയ്യാണ്. ഇതൊക്കെ എന്തിനാണ് ഉസ്താദെ ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് നമ്മൾ ചെയ്തു വച്ച തെറ്റിന്റെ കൂമ്പാരം ആലോചിച്ചിട്ടാണ്. ഇതെല്ലാം പടച്ച റബ്ബ് പൊറുക്കുമോ? നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹു അതിന്റെ ഉത്തരം നൽകും. പടച്ച റബ്ബല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ ഉത്തരം നൽകാം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ഇങ്ങനെയുള്ള ഓരോരോ അമലുകൾ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുറാദുകൾ അള്ളാഹു ഹസിലാക്കി തരും. അമലുകൾ ചെയ്തുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്ക്. അള്ളാഹു അതിനുള്ള ഉത്തരം അള്ളാഹു നൽകും. മൻ തഖറബ ഇലയ്യ ശുബ്റ, ആരെങ്കിലും എന്നിലേക്കൊരു ചാണെടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കും. വമൻ തഖറബ ഇലയ്യ ദിറാഅ, ആരെങ്കിലും എന്നിലേക്കൊരു മുഴമെടുത്താൽ, തഖറബ്തു ഇലൈഹി ബാഅ, ഞാൻ അവനിലേക്കൊരു മാറെടുക്കും. വമൻ ആതാനി യംശി, ആരെങ്കിലും എന്നിലേക്ക് നടന്നു നീങ്ങിയാൽ, ആതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് ഉണർത്തുകയാണ്. നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് തേടാത്തത് കൊണ്ടാണ്. നമ്മൾ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. നമ്മൾ ചോദിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, ഇൻഷാ അള്ളാഹ് ഈ ഓരോരോ അമലുകൾ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നമ്മൾ ഏറ്റവും അടുത്ത് ചേർന്നാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. അള്ളാഹു തന്നെ പറയുകയാണ്, ആരെങ്കിലും എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കും. ആരെങ്കിലും എന്നിലേക്കൊരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറെടുക്കും. ആരെങ്കിലും എന്നിലേക്ക് നടന്നു നീങ്ങിയാൽ ഞാൻ അവനിലേക്ക് ഓടിയെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ ചോദിക്കേണ്ട അവസരമുള്ളൂ, ചോദിക്കേണ്ട താമസമുള്ളൂ. അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഈ സൂറത്തിന് ഏതാണ് ആ സൂറത്ത്, ഏതാണ് ആ അമൽ, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് ധാരാളം കോളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും, തമിഴ്നാട് പോലുള്ള, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്
വിളിക്കുന്ന ആളുകളുണ്ട്, ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, എൻ്റെ ദ്വീപ് നിവാസികൾ ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ തടിച്ചുകൂടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ പറയാനുള്ളത് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്, ഇനി എന്നാണ് നോട്ടമുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നോട്ടമുള്ളത് തിങ്കളാഴ്ചയാണ്, വരുന്ന തിങ്കളാഴ്ചയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വഴി ചോദിച്ച് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാം. അള്ളാഹു എല്ലാവരുടെയും എല്ലാ മുറാദും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ, അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങൾ, നീറുന്ന വേവലാദികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ അള്ളാഹുവേ ഞങ്ങൾക്കതിൽ നിന്നൊക്കെ ഒരു ശിഫ നീ നൽകണേ അല്ലാഹ്. അതിൽ നിന്നൊക്കെ ഒരു മുക്തി അല്ലാഹ് നീ നൽകണേ അല്ലാഹ്, ഒരു സലാമത്ത് നൽകണേ അല്ലാഹ്, ഒരു രക്ഷ നീ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ നിന്ന് ധാരാളം അമലുകൾ ചെയ്ത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നുകൊണ്ട് കൺസൾട്ടിങ് ചെയ്ത് റാഹത്തായ ധാരാളം ആളുകൾ, കല്യാണക്കാര്യങ്ങൾ റെഡിയായി നിരന്തരം കോളുകളാണ്. തങ്ങളെ കല്യാണം റെഡിയായി, തങ്ങളത് ചെയ്തു വന്ന സാധനം കൊണ്ട് തങ്ങളെ കല്യാണം റെഡിയായി, മകളുടെ കല്യാണം റെഡിയായി, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി തങ്ങളെ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി റാഹത്തുണ്ട്, ഇപ്പൊ ജീവിക്കാനും ഇപ്പൊ ഒരു സന്തോഷവും ഒരു ഐക്യവും ഞങ്ങളെ കുടുംബത്തിലുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ, ധാരാളം ആളുകൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ മജ്ലിസിന്റെ ഒരു ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് മാത്രമാണ്, ഈ മജ്ലിസിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് മാത്രമാണ്. ഞാൻ പലപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ കുത്തുബ് ജമലുല്ലൈലുപ്പാപ്പയുടെ നോട്ടവും കാവലും ഇജാസത്ത് പ്രകാരമാണ് ഈ മജ്ലിസ് നടന്നു നീങ്ങുന്നത്. അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിംഗ് രീതിയും. ഓരോരോ അമല്, ഇന്നത്തെ എല്ലാ അമലുകളും ഇൻഷാ അല്ലാഹ് എന്ത് അമലാണോ ഞാൻ മജ്ലിസിൽ പറയുന്നത്, എന്ത് ദിക്റാണോ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പറയുന്നത്, അത് അവിടുത്തെ സമ്മതം ചോദിച്ചിട്ട് മാത്രമാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ തമ്പുരാനെ. ഞാൻ മജ്ലിസിൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് പ്രയാസത്തിലാണെങ്കിലും, നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും അവിടുത്തേക്കൊരു 11 ഫാത്തിഹ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേർച്ചയാക്കി നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും മഹാന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി നൽകും. അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ വെല്ലായ്മകളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും അല്ലാഹു ഞങ്ങൾ ഇനി പരിഹരിച്ച് അല്ലാഹ് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ അല്ലാഹ് നീ നൽകല്ലേ തമ്പുരാനെ, നീ നൽകല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്താണ് ആ അമല്, എന്താണ് ആ സൂറത്ത്? ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ നിങ്ങൾ പാരായണം ചെയ്യാം. ഏതാണ് ആ സൂറത്ത്? 3 ആയത്തുകൾ, നമുക്കൊക്കെ സുപരിചിതമായ, നമ്മൾ ഓതാൻ എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂറത്തുൻ നസ്ർ. 3 ആയത്ത് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് നിങ്ങൾ ഓതേണ്ടത്? സുബ്ഹി നിസ്കരിച്ച് നിങ്ങൾ ഔറാദുകളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 101 പ്രാവശ്യം, നിങ്ങളെ ദിക്റുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 101 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതാൻ മറന്നു പോകല്ലേ, നിങ്ങൾ മറന്നുപോലെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ 7 ദിവസം നിങ്ങൾ ഓതി, 7-ാമത്തെ ദിവസം നിങ്ങളെ മുറാദ് എന്താണോ, നിങ്ങളെ മനസ്സിലുള്ള ആ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരും. എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഖുർആനിൽ നിന്നുള്ള ഒരു മരുന്നാണ് സൂറത്തുൻ നസ്ർ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി നൽകും. അല്ലാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ. എങ്ങനെയാണോ അതിൻ്റെ എളുപ്പപ്പണിയാണോ? ഒരു 101 പ്രാവശ്യം ഓതാൻ പറഞ്ഞാൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെയല്ല. അങ്ങനെ ഓതിയിട്ട് നിന്റെ ഓത്ത്, നിന്റെ പാരായണം, നിന്റെ ഓത്ത്, നിന്റെ ഖുർആൻ ഈ 101 പ്രാവശ്യം നീ വെറുതെയാണ് ആ സമയം കളയുന്നത്. നിന്റെ ഓത്ത് അല്ലാഹ്ക്ക് വേണ്ടടോ. നിന്റെ ഈ പാരായണം അല്ലാഹ്ക്ക് വേണ്ട. എങ്ങനെയാണ്? നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട്, നിങ്ങളെ മുറാദ് മനസ്സിൽ കരുതിക്കൊണ്ട് ആത്മാർത്ഥ എങ്ങനെങ്കിലും 101 പ്രാവശ്യം തീർക്കലല്ല. എങ്ങനെങ്കിലും 101 പ്രാവശ്യം തീർക്കലല്ല. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോട് ഏത് അമലാണെങ്കിലും, ഈ അമൽ മാത്രമല്ല, ഏത് അമലാണെങ്കിലും ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഇഖ്ലാസ് എങ്ങനെയുണ്ടോ, അതിൻ്റെ അളവ് എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിന്റെ ഉത്തരം. ഇതിൻ്റെ ഉത്തരം അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്? ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അമൽ ചെയ്യാനും ജീവിതത്തിൽ ദായിമാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ദായിമാക്കി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും അല്ലാഹുവേ ഈ അമലൊരു കാരണമാക്കണേ. അല്ലാഹുവേ ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളും, പ്രയാസങ്ങളും ഈ അമല് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കൊരു പരിഹാരമാക്കണേ. നീ ഒരു പരിഹാരമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഓതുക. തെറ്റില്ലാതെ ഇൻഷാ അല്ലാഹ് ഓതുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇൻഷാ അല്ലാഹ് ഇപ്രകാരമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതേണ്ടത്. 101 പ്രാവശ്യം നിങ്ങൾ ഓതി കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി തെറ്റുകളില്ലാതെ മഖ്റജുകൾ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മുറാദുകളും നിങ്ങൾ മനസ്സിൽ കരുതുന്ന എന്ത് മുറാദാണോ അല്ലാഹു ഹസ്സിലാക്കി നൽകുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, 7 ദിവസം നിങ്ങൾ ഓതി കഴിഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അമലാണ് സൂറത്തുൻ നസ്ർ. ഇൻഷാ അല്ലാഹ് 101 പ്രാവശ്യം ഓതുക. അല്ലാഹു ഓതാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അമൽ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് അതിനുള്ള ആഫിയത്ത് നീ നൽകണേ. അല്ലാഹ് ആരോഗ്യം നീ നൽകണേ തമ്പുരാനെ. നീ നിലനിർത്തണേ. അല്ലാഹ് ഞങ്ങളെല്ലാ മുറാദുകൾ അല്ലാഹുവേ ഇത് കാരണമായി അല്ലാഹ് ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നൽകല്ലേ. അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ. അല്ലാഹ് ഇടങ്ങേറുകൾ നൽകല്ലേ. അല്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ്ജ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി നൽകണേ. അല്ലാഹ് ഞങ്ങളെ ഹലാലായ ധാരാളം മുറാദുകളുണ്ട്. അല്ലാഹ് നീ ഹാസിലാക്കണേ. നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു തമ്പുരാനെ. അല്ലാഹുവേ നീ ഹൈബാക്കി മടക്കല്ലേ. അല്ലാഹുവേ നീ ഹൈബാക്കി മടക്കല്ലേ. നീ സ്വീകരിക്കണേ. ഞങ്ങൾ നീ സ്വീകരിക്കണേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളല്ല ഞങ്ങൾ നീ സ്വീകരിക്കണേ. നീ സ്വീകരിക്കണേ. ധാരാളം ആളുകൾ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു അവരുടെ ജീവിതം ധന്യമാക്കിയ ആളുകൾ അല്ലാഹു അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ തെറ്റുകൾ പരിഹരിച്ച് അല്ലാഹുവേ ഞങ്ങളെ അമലുകളല്ല നീ സ്വീകരിക്കണേ. നീ സ്വീകരിക്കണേ. ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല സുബ്ഹാന സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ah 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 ah